ഗന്ധർവ നിഗ്രഹം. ശുഭമുഹൂർത്തം നോക്കി ശ്രീരാമനെ തൊഴുതിട്ട് ഭരതൻ പുറപ്പെട്ടു. മാംസഭുക്കുകളായ പക്ഷികളും മൃഗങ്ങളും ഭൂത പിശാചുക്കളും മുന്നിൽ സഞ്ചരിച്ചു. കേകയ രാജ്യത്തിലെത്തിയ ഭാഗിനേയനെ യുധാജിത്ത് ആലിംഗനം ചെയ്തു സ്വീകരിച്ചു. സ്വന്തം സൈന്യത്തെ കൂടി കൂട്ടിക്കൊണ്ട് യുധാജിത്ത് ഭരതനോടൊപ്പം തിരിച്ചു. പെരുമ്പട ഗന്ധർവന്മാരോട് ചെന്നെതിരിട്ടു. 7 രാപകലുകൾ നിരന്തരം യുദ്ധം നടന്നു. തന്റെ സൈന്യത്തിന് ക്ഷീണം തട്ടിയെന്ന് മനസ്സിലാക്കിയ ഭരതൻ കാലാസ്ത്രം പ്രയോഗിച്ച് ഗന്ധർവന്മാരെയെല്ലാം കാലപുരിയിലെത്തിച്ചു. ഗന്ധർവന്മാരുടെ 3 കോടി പടയാളികളും ഒടുങ്ങി. 2 കോട്ടകളും രാജ്യവും ഭരതന്റെ അധീനതയിലായി. തുടർന്ന് രാജ്യഭരണത്തിന്റെ ചിട്ടവട്ടങ്ങൾ ക്രമപ്പെടുത്തുന്നതിനായി ഭരതൻ അവിടെ 5 വർഷം താമസിച്ചു. ഒടുവിൽ നിർഭയരായി രാജ്യം ഭരിക്കാൻ പുത്രന്മാരെ ചുമതലപ്പെടുത്തി. പുത്രന്മാരുടെ സംരക്ഷണത്തിന് യുധാജിത്തിനെയും ഏർപ്പെടുത്തി. എന്നിട്ട് ഭരതൻ ആഡംബരപൂർവ്വം അയോധ്യയിൽ മടങ്ങിയെത്തി. ശ്രീരാമചന്ദ്രനെ കണ്ടു വണങ്ങിയിട്ട് സന്തോഷ വാർത്തകളെല്ലാം അറിയിച്ചു. അംഗദനെയും ചന്ദ്രകേതുവിനെയും എങ്ങനെ വാഴിക്കാമെന്ന് പറയുന്നു എന്ന് ശ്രീരാമൻ ചോദിച്ചു. ഭരതൻ, ബുദ്ധിമാനായ അംഗദനെ താരാപഥമെന്ന രാജ്യത്ത് വാഴിക്കാം. ചന്ദ്രകാന്തത്തിൽ ഒരു നഗരം നിർമ്മിച്ച് അവിടെ ചന്ദ്രകേതുവിനെയും വാഴിക്കാം. ശ്രീരാമൻ, എങ്കിൽ താരാപഥത്തിലെ രാജാവായി അംഗദനെ അഭിഷേകം ചെയ്യുക. ലക്ഷ്മണ, മംഗളകരമാകത്തക്ക വിധം നീ അംഗദനെ പടിഞ്ഞാറേ ദിക്കിലേക്ക് കൊണ്ടുപോകൂ. അനന്തരം ശ്രീരാമചന്ദ്രൻ ചന്ദ്രകേതുവിനെ ചന്ദ്രകാന്തം എന്ന രാജ്യത്തിലെ രാജാവായി അഭിഷേകം നടത്തി. ഭരത, നീ ഇവനെയും കൂട്ടി വടക്കേ ദിക്കിലേക്ക് പോകൂ. വേഗത്തിൽ കാര്യം സാധിച്ചിട്ട് നീ ഉടനെ ഇവിടെ എത്തണം. ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ച് ഇരുവരും സൈന്യസമേതം പുറപ്പെട്ടു. 1 വർഷം കൊണ്ട് നിർദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചിട്ട് ഭരതനും ലക്ഷ്മണനും തിരിച്ചെത്തി. രഘുനാഥൻ അനുജന്മാരോടൊത്ത് രാജകീയ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഏറെക്കാലം വാണു. അക്കാലത്തൊരു ദിവസം ശ്രീരാമചന്ദ്രനെ കാണാനായി യമൻ മുനിവേഷം ധരിച്ച് അയോധ്യയിലെത്തി. ഗോപുരദ്വാരത്തിലെത്തിയ താപസൻ ലക്ഷ്മണനോട് പറഞ്ഞു, ധർമ്മരാജ സമാഗമം.